ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നേരം വൈകിയാണ് എഴുന്നേറ്റിരിക്കുന്നത്. നേരം നന്നേ വെളുത്തു എന്ന് തന്നെ പറയാട്ടോ. അപ്പോൾ നേരത്തെ എഴുന്നേറ്റാലും നേരം വൈകി എഴുന്നേറ്റാലും നമ്മളുടെ ഒരു റുട്ടീൻ ആരംഭിക്കുന്നത് ഇങ്ങനെ തിരി കത്തിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മളങ്ങനെ ആരംഭിക്കുകയാണ്. അപ്പോൾ ബാൽക്കണിയൊക്കെ തുറന്നിടാണ്, ജനലൊക്കെ തുറന്നിടാണ്. ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ. നിങ്ങളുടെ അവിടെ അങ്ങനെ തന്നെയാണോ? ഇവിടെ അതിഗംഭീരമായ കാറ്റാണ്. അപ്പൊ കുറച്ച് നേരമൊക്കെ നമ്മളത് തുറന്നിടും. കുറച്ച് കഴിയുമ്പോ എനിക്ക് കാറ്റടിച്ച്, കാറ്റടിച്ച് വയ്യാതാവുമ്പോ അത് അടച്ചിടും ചെയ്യും ട്ടോ. നമ്മുടെ ചെടികളാണെങ്കിലും കാറ്റത്ത് അവർക്ക് നിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭയങ്കര കാറ്റാണ്. അപ്പൊ രാവിലെ നമ്മളുടെ ഒരു റുട്ടീനില് നമുക്ക് രാവിലെ തൈറോയിഡിന്റെ മെഡിസിൻ കഴിക്കണം. അപ്പോൾ നേരം വൈകി എഴുന്നേറ്റാലും ഞാനത് കഴിക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് മുടങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കഴിക്കുന്നത്. ഇനിയിപ്പോ ചിലപ്പോ ഒരു 1 അവർ വെയിറ്റ് ചെയ്യലൊന്നും ഉണ്ടാവില്ല. അപ്പഴേക്കും തന്നെ നമ്മള് ഭക്ഷണവും കഴിക്കും. എന്നാലും കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നേരം വൈകിട്ടായാലും കഴിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോ അടുക്കള വശത്തെ വാതിലും ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാലും ഭയങ്കര കാറ്റാണ്. അപ്പൊ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പൊ ഞാനത് അടച്ചിടാറുണ്ട് ട്ടോ. അപ്പൊ മോൻ നേരത്തെ എഴുന്നേറ്റു. ഞങ്ങളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ അവൻ എഴുന്നേറ്റ് ടിവിയും കണ്ട് ഇരിപ്പാട്ടോ. അവൻ അവന്റെ ടിവി കണ്ടിരിക്കുന്നു. അവന്റെ കാറ്, റിമോട്ട്, അവന്റേതായ കാര്യങ്ങൾ അതെല്ലാം നേരം വെളുത്ത് ഈ നേരം കൊണ്ട് തന്നെ സെറ്റീമെ കൊണ്ടുവന്ന് നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അവനോട് ചോദിക്കുകയാണ്, "ഇന്നെന്താ പരിപാടിന്ന്?" ചോദിക്കണം. അപ്പൊ അവനൊരു പരിപാടിയും ഇല്ല. അവനെന്താ ടിവി കണ്ടിരിക്കണം. അത്രയൊക്കെ തന്നെയുള്ളൂ പരിപാടികള്. ഞാൻ മക്കളുടെ അടുത്ത് അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആണ്. എന്റേത് മോനൊക്കെ അടിയാണെങ്കിലും കിട്ടാറൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അവരെ അതുപോലെ തന്നെ കൊഞ്ചിപ്പിക്കാറുണ്ട് ട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ സ്ട്രിക്റ്റ് ആയാലും അങ്ങനെ അതില് പരാതികളും പരിഭവങ്ങളൊന്നുമില്ല. കാരണം അതുപോലെ തന്നെ ഞാൻ കൊഞ്ചിപ്പിച്ചും അവരെ അവരെ എന്താ പറയാ എൻജോയ് ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ ഞാൻ തലേദിവസം കിടക്കുമ്പോഴൊക്കെ മക്കളോട് ചോദിക്കും നാളെന്താ പരിപാടിന്ന്. അത് അവർക്കൊരു പ്ലാനിങ് ഇപ്പോഴേ തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് അവർക്ക് പ്ലാനിങ്ങുകളൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാലും ചിലപ്പോൾ പറയും എനിക്ക് ഇങ്ങനെ ചെയ്യണം, എനിക്ക് അങ്ങനെ ചെയ്യാനുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അത് എല്ലാ ദിവസവും ഞാൻ ചോദിക്കും കേട്ടോ അവരുടെ അടുത്ത് ഇന്നെന്താ പരിപാടി, നാളെന്താ പരിപാടി എന്നൊക്കെ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എഗ്ഗ് സാൻഡ്വിച്ച് ആണ്. നമ്മളുടെ ഹോം മെയ്ഡ് എഗ്ഗ് സാൻഡ്വിച്ച്. അപ്പോൾ അതിന്റെ മുട്ടയിലേക്ക് ഇടാനായിട്ട് പെരി പെരിയുടെ മസാല ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോഴോ ഷോപ്പിൽ പോയപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ആ ഒരു മസാല നമ്മൾ ആ എഗ്ഗ് ബുൾസൈ ചെയ്യുന്നതിൽ ഇടുന്നുണ്ട്. അപ്പോൾ മേരിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആള്. അപ്പോൾ ഞാനിവിടെ ബൂസ്റ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മേരി എല്ലാ സാധനങ്ങളും അരിയലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് ലെയർ ചെയ്ത് വെക്കാണ്. ഇത് മേരി ചെയ്യാറുണ്ട്. എന്നാലും ഞാൻ ക്യാമറ പിടിക്കാം അമ്മ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാനത് ചെയ്ത് കാണിക്കാണ്. അപ്പം നമ്മള് 2 ബ്രെഡിന്റെ സ്ലൈസ് നമ്മള് നെയ്യൊക്കെ ഇട്ട് മൊരിയിച്ചതാണ് ട്ടോ. അതിൽ നമ്മളൊരു ചീസിന്റെ സ്ലൈസ് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, സവാള, പിന്നെ ഇത് ജലാപ്പിനോ. ഇതിന്റെ ഒരു നല്ല ടേസ്റ്റാണല്ലോ. അതിന്റെ ആ ഒരു പുളിപ്പും ചെറിയൊരു എരിവും നമ്മുടെ സാൻഡ്വിച്ചിലോട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളുടെ സോസുകളായിട്ടുള്ള ടൊമാറ്റോ സോസും പിന്നെ ഗാർലിക് സോസും. ഇത്രയും കാര്യങ്ങൾ വെച്ച് ബ്രെഡ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം വീണ്ടും 2 വശവും എന്താ പറയാ പൊട്ടാതെ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും വീണ് പോവാതെ നമ്മൾ പാനിൽ വെച്ച് ഒന്നും കൂടെ മൊരിയിച്ച് 2 വശം ആക്കിയിട്ടാണ് നമ്മൾ സാൻഡ്വിച്ച് റെഡിയാക്കാറുള്ളത്. അപ്പോൾ പാല് ബൂസ്റ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബൂസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ഫ്ലേവറ് ഒരു ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ടിട്ട് എല്ലാത്തിലും മിക്സ് ചെയ്തിട്ടുണ്ട് ട്ടോ. അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്നത്. അതെപ്പോഴും ലഞ്ചാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്തിരിക്കുമ്പോഴാണ് നമുക്ക് ആ കഴിക്കുന്ന ഭക്ഷണം കൂടുതൽ ആസ്വദിച്ച് സമയമെടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി കിച്ചൺ പോയി ക്ലീൻ ചെയ്യണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഭക്ഷണത്തിനോടുള്ള ആ ഒരു ടേസ്റ്റും അതിനോടുള്ള ഒരു ഇഷ്ടവും പോവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ക്ലീൻ ആക്കിയതിന് ശേഷം ഫുഡ് കഴിക്കായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് കഴിക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഇനി ക്ലീനിങ് പരിപാടികൾ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. നമ്മളുടെ സ്കൂൾ കലോത്സവത്തിൻ്റെ ഫസ്റ്റ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടുള്ള അവധിയാണ് ഇന്ന്. അപ്പോൾ എന്തായാലും കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ മക്കൾക്കും അഭിനന്ദനങ്ങൾ നേരുവാണ്. അപ്പോൾ സാധാരണ നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാറ്റർഡേ റുട്ടീനിൽ വരുന്നതാണ്. ഇന്ന് ജസ്റ്റ് ഒരു ക്ലീനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നത് മോളാണെങ്കിൽ ക്ലീനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ മോനെ വിളിക്കും കേട്ടോ. അങ്ങനത്തെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ മോനെ വിളിക്കും. അപ്പോൾ രണ്ടുപേരും ഈക്വലായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് പോകണമല്ലോ. അപ്പോൾ കുക്കിംഗ് പരിപാടികൾക്കൊന്നും ഞാൻ അവനെ വിളിക്കാറില്ല. കാരണം കട്ടിങ്ങും കുക്കിങ്ങും ഒക്കെ അവൻ ചെറുതല്ലേ. അപ്പോൾ അവൻ അങ്ങനെ വിളിക്കാറില്ല. അതൊക്കെ മോളുണ്ടല്ലോ. മോള് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മോനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് സ്കിൻ കെയറും
ഹെയർ കെയറും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മളെല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെ വീടെന്ന് പറഞ്ഞാല്. അപ്പോൾ വീട് നല്ല ക്ലീൻ ആയിട്ട് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യുമ്പോഴാണ് അതിനൊരു പെർഫെക്ഷൻ ഉള്ളൂ. അതിനൊരു കംപ്ലീറ്റ് ആയിട്ട് അത് ആവുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം വീട് വൃത്തിയായിട്ട് കിടക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും അഭിമാന പ്രശ്നമാണ്. അത് നമ്മളെല്ലാവരും എന്താ പറയാ, എല്ലാവരും അടുക്കും ചിട്ടയോടുകൂടെ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. അപ്പോൾ വീടിൻ്റെ വൃത്തിക്ക് ശേഷം പേഴ്സണൽ കെയറുകളൊക്കെ ആകാമെന്നാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെയാണ് ട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഭയങ്കര കാറ്റായതുകൊണ്ട് ഞാൻ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഇത് വെച്ചിട്ടാണ് വാതില് ഇങ്ങട് അടയാതിരിക്കാൻ വേണ്ടി സിലിണ്ടറാണ് ട്ടോ അവിടെ ഞാൻ എന്താ പറയാ ഒരു തടയിട്ട് വെച്ചിട്ടുള്ളത്. സാധാരണ നമുക്ക് വാതിലിൻ്റെ പിന്നിൽ അവിടെ ഒരു ഹുക്കുണ്ട്. പക്ഷെ ആ ഹുക്കിലൊന്നും ഇന്നത്തെ കാറ്റുകൊണ്ട് അത് നിക്കില്ല. അപ്പോൾ സിലിണ്ടർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒറ്റൊരു അട അടഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വരുമ്പോൾ ആ ചില്ല് മുഴുവൻ ഇവിടെ കിച്ചണിൽ ചിതറി കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കിച്ചണിൻ്റെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ കാര്യം നമ്മളുടെ ഹെയർ കെയർ ആണ് ട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളിയാണ് ഏറ്റവും നല്ലത്. ഇത് സവാളയാണ്. അപ്പോൾ ഞാൻ സവാള മിക്സിയുടെ ജാറിൽ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് അടിച്ചെടുക്കാണ് ട്ടോ. ഇത് ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ചെയ്യുന്നത് നമ്മളുടെ ഹെയറിന് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം ഞാന് ഇതില് കുറച്ച് നമ്മളുടെ സാധാരണ കോക്കനട്ട് ഓയില് ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട്. കാരണം നമ്മള് മുടിയില് ഇതിങ്ങനെ പറ്റുമ്പോൾ ഒരു വെളിച്ചെണ്ണമയം കൂടെ ഉണ്ടെങ്കി നമുക്ക് ഷാമ്പൂ ഇട്ട് സുഖമായിട്ട് കഴുകി കളയാലോ. അല്ലെങ്കിൽ നമ്മുടെ മുടി ഓൾറെഡി ഫ്രിസി ആണെങ്കില് ഈ ഒരു സവാളയുടെ സൊല്യൂഷൻ ഇട്ട് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമുക്ക് എന്താ പറയാ ഷാമ്പൂ ഇടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് എണ്ണ ഒഴിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നമ്മളുടെ കിച്ചൺ തുടയ്ക്കുന്ന ആ ഒരു ടവലില് അതിൻ്റെ കൊറ്റനൊക്കെ ഇട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്കതില് എന്താ പറയാ സവാളയുടെ നീര് തന്നെയായിട്ട് കിട്ടും ട്ടോ. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ സ്കിൻ കെയറിനായിട്ട് മഞ്ഞള് നമ്മൾ ആലുവേന്ന് കൊണ്ടുവന്ന മഞ്ഞളാണ് ട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മഞ്ഞളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മഞ്ഞളും ഹണിയും കൂടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചിട്ട് ഇങ്ങനെ ബോട്ടിലിലാക്കി വെച്ചിരിക്കുകയാണ് ട്ടോ. അപ്പോൾ അത് നമുക്ക് ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ എളുപ്പത്തിന് എടുക്കാലോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ കടലമാവാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ നന്നായിട്ട് അത് മിക്സ് ചെയ്യാണ്. ഈ ഹണിയും മഞ്ഞളിൻ്റെയും ഉപകാരം എല്ലാവർക്കും അറിയാം. നല്ലൊരു എഫക്റ്റുള്ള ഒരു കാര്യമാണ്. അതിൽ കടലമാവ് ചേർക്കുന്നത് എന്താ പറയാ കടലമാവും സ്കിന്നിന് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം കടലമാവ് നമ്മുടെ സ്കിന്നിനെ ഒന്നും കൂടെ ഡ്രൈ ആക്കും. അപ്പം അങ്ങനെയുണ്ടെങ്കില് കടലമാവിൻ്റെ കൂടെ തേനല്ല പാലോ തൈരോ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പം എൻ്റേല് പാലും തൈരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെന്നുള്ളൂ ട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തലയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുടിയൊക്കെ കയറ്റി കെട്ടി വെച്ചതിന് ശേഷം സ്കിന്നിൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഫില്ലർ എടുത്തിട്ടുണ്ട്. നമ്മുടെ മക്കൾക്കൊക്കെ കുഞ്ഞു മക്കൾക്കൊക്കെ മരുന്ന് മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫില്ലറാണ്. ഈ ഫില്ലർ ആരും കളയാതെ സൂക്ഷിക്കണം ട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സൊല്യൂഷൻ നമുക്ക് ഈ ഫില്ലറിൽ എടുത്തിട്ട് നമുക്കിങ്ങനെ തലയിൽ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളിടത്തേക്കൊക്കെ ഇങ്ങനെ ആക്കാം. നമുക്ക് ആരുടെയും സഹായം വേണ്ട. പിന്നെ നമ്മൾ കൈകൊണ്ടെടുത്ത് ആക്കുമ്പോൾ കുറേ താഴെ പോവും, കുറേ ഡ്രസ്സിൽ പോവും, കുറേ മേത്ത് വീഴും. അപ്പോൾ ഇങ്ങനെ ഫില്ലറിലാവുമ്പോൾ നമുക്ക് വളരെ നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളുടെ സ്കാൽപ്പിലോട്ട് നമുക്ക് നന്നായിട്ട് അത് മുട്ടിച്ച് കൊടുക്കാനും പറ്റും. അപ്പോൾ ആരുടെയും ഹെൽപ്പില്ലാതെ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇടയില് നമ്മളിങ്ങനെ ആക്കിയതിന് ശേഷം തല നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. വീണ്ടും കുറച്ച് ആക്കുക, മസാജ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഉള്ളിയുടെ ഈ സൊല്യൂഷൻ ഒഴിച്ച് തല ഇങ്ങനെ മസാജ് ചെയ്ത് കുളിച്ച് കഴിഞ്ഞാൽ വളരെ ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഈ തല ചൊറിച്ചിലുണ്ടാവുന്നത് ചിലപ്പോൾ താരൻ കൊണ്ടായിരിക്കും. ചിലപ്പോൾ പേനുള്ളവരുടെ തലയിലും ചൊറിച്ചിൽ ഉണ്ടായിരിക്കും. അതല്ലാതെ ഡൈ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഡൈയുടെ അമോണിയയുടെ അലർജി കൊണ്ടുള്ള ചൊറിച്ചിലുണ്ടായിരിക്കും. അതല്ലാതെ ഫംഗൽ ഇൻഫെക്ഷനുകളോ അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ഒരു സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ടുകൊണ്ട് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. സാധാരണ ഒരു പരിധി വരെയുള്ള ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു സവാളയുടെ സൊല്യൂഷൻ കൊണ്ട് സ്കാൽപ്പിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും ട്ടോ. അപ്പോൾ ഞാൻ ദേ ഫേസിൽ നമ്മളുടെ തേനും മഞ്ഞളും കടലമാവും വെള്ളവും കൂടെ മിക്സ് ചെയ്ത ആ ഒരു മിക്സ്ചർ മുഖത്ത് പറ്റാണ്. ഞാൻ വളരെ എന്താ പറയുക നേരിയതായിട്ട് വളരെ കട്ടിക്ക് ഞാൻ ഒരിക്കലും മുഖത്തും സ്കിന്നിലും അതൊന്നും പറ്റാറില്ല. കാരണം എനിക്ക് തോന്നാറുള്ളത് ഇത്തിരി ഒരു അയഞ്ഞ ഒരു പരുവത്തിലാണെങ്കിലാണ് നമ്മൾ സ്കിന്നിലോട്ട് നന്നായി പെനിട്രേറ്റ് ചെയ്ത് പോവാൻ അതാണ് ഹെൽപ്പ് ചെയ്യാന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ട്ടോ എപ്പോഴും സ്കിൻ കെയർ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ആ ഡ്രസ്സിൽ ഓൾറെഡി മഞ്ഞ കളർ നിങ്ങൾ കണ്ടത്. ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഈ മഞ്ഞളൊക്കെ പറ്റും. അത് കഴിഞ്ഞ് കുളി കഴിയുന്നതിനൊപ്പം തന്നെ ഈ ഡ്രസ്സ് വാഷ്റൂമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കഴുകും. അത് ഉണങ്ങാനിടും.
ഉണക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മള് ഇട്ടിരിക്കുന്ന ഡ്രസ്സില് എന്നും ഇത് ചെയ്യാണെങ്കിൽ നമ്മളുടെ എല്ലാ ഡ്രസ്സിലും ഒരുവിധം 4 ആഴ്ച കവർ ചെയ്ത് പോകുമ്പോഴേക്കും നമ്മളുടെ എല്ലാ ഡ്രസ്സിലും മഞ്ഞളും മഞ്ഞക്കറയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അതിന് വേണ്ടി നമ്മളൊരു ഡ്രസ്സ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് അതിടുക. നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി അടുത്തൊരു പരിപാടിന്ന് വെച്ചാല്, നമ്മളുടെ മെനു തയ്യാറാക്കുന്നൊരു കാര്യമാണ് ട്ടോ. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാ അമ്മമാർക്കുള്ളൊരു കൺഫ്യൂഷനാണ്. നാളെ എന്ത് കറി വെക്കും? ഇനി എന്ത് കറി വെക്കും? എന്നൊക്കെ. അപ്പൊ ആ ഒരു ഐഡിയ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കടയിൽ പോകുമ്പോഴായാലും നമുക്ക് എന്തൊക്കെ വേടിക്കണം എന്നൊരു പ്ലാനിങ്ങും ഉണ്ടായിരിക്കില്ല. അപ്പൊ കണ്ടോ ഇത് നമ്മളുടെ ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം ഇങ്ങനെ നമ്മൾ മെനു ഉണ്ടാക്കും. പുതിയ മെനു വരുമ്പോൾ ഞാനത് കീറിക്കളയും. അടുത്ത മെനു ഒട്ടിക്കും. അങ്ങനെയാണ്. അപ്പൊ അതില് ചിലപ്പോക്കെ കാരണം ഒരു മെനു ഒരു 2 വീക്സ്, 3 വീക്സ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതിന്റെ റിപ്പീറ്റേഷൻ മടുത്ത് പോകുമ്പോൾ നമ്മള് വീണ്ടും കൂടിയിരുന്ന് ആലോചിക്കും. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് ആലോചിച്ച് പുതിയ മെനു തയ്യാറാക്കി ഞാൻ ഒട്ടിക്കുന്നതാണ് ട്ടോ. അപ്പൊ അതില് ഞാൻ കുക്ക് വിത്ത് ലവ്, സേഫ് പിന്നെ കെയർ, എൻജോയ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ ആണല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുക്കിംഗ് ഈസിയാണ്. പിന്നെ എല്ലായ്പ്പോഴും ഇതിൽ തന്നെ നോക്കിയിട്ട് ആക്കണമെന്നില്ല. നമ്മളുടെ സാഹചര്യം, സന്ദർഭം അനുസരിച്ചൊക്കെ ചിലപ്പോഴൊക്കെ മാറി വരുന്നു മാത്രം. അപ്പൊ ഇന്ന് നമുക്ക് വലിയ കുക്കിംഗ് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. തലേദിവസം രാത്രി ഞാൻ കുക്ക് ചെയ്തതായിരുന്നു ട്ടോ. പടവലങ്ങയും പരിപ്പും കുമ്പളങ്ങയും മാങ്ങയും കൂടി കറി വെച്ചതും പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയുണ്ട്. പിന്നെ നമുക്ക് കൊണ്ടാട്ടം വറുത്തതുണ്ട്, അച്ചാറുണ്ട്. അപ്പൊ ഈ കറികളൊക്കെ തലേദിവസം രാത്രി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇന്ന് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. കുക്കിംഗ് ചോറ് വെക്കല് മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് സമയം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പൊ 2025 നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണമല്ലോ. അപ്പൊ 2025 പുതിയ തീരുമാനമാണ് നമുക്ക് ജിമ്മിന് പോവാം. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ജിമ്മിന് പോവാമെന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ അപ്പാർട്ട്മെന്റിലെ ജിം ഏരിയ ആണ് ട്ടോ ഇത്. അത്യാവശ്യം ഒരു പ്ലഷർ ടൈം ഏരിയയും കൂടിയാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ 7 മാസമായി. ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് നേരം ട്രെഡ്മില്ലും സൈക്ലിങ്ങും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ പാട്ടാണ് എൻ്റെ അളവ്. 2 പാട്ട് കേൾക്കുന്ന സമയത്തിന് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുള്ളൂ ട്ടോ. 2 പാട്ട് കഴിയുമ്പോൾ ഞാൻ അടുത്തടുത്ത ഇതിലോട്ട് പോവും. ഇനി അത് പതുക്കെ പതുക്കെ 3 പാട്ടും 4 പാട്ടൊക്കെ കേൾക്കുന്ന ദൂരത്തിന് ആ ഒരു സമയത്തിന് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കപ്പാസിറ്റിക്ക് എനിക്ക് അത്രേ പറ്റുന്നുള്ളൂ. പതുക്കെ പതുക്കെ കൂട്ടി കൊണ്ടുവരാം. അപ്പൊ എന്തായാലും ഒന്നും ചെയ്യാതിരിക്കുന്നതിനും നല്ലതല്ലേ ഇത്. നന്നായി വിയർത്തിട്ടുണ്ട് ട്ടോ. അപ്പൊ അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്വീറ്റ് ഈസ് ഫാറ്റ് ക്രയിങ് എന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ എന്നും ഈ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മധുരം കഴിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു പേടിയും ഒരു ഇതൊക്കെ ഉണ്ട് ട്ടോ. അപ്പൊ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ വിയർക്കില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു കാര്യത്തിന് വരുന്നതുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ വിയർത്ത് നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അത് കഴിഞ്ഞ് ദേ വീണ്ടും അടുത്തൊരു കുളിയൊക്കെ കഴിഞ്ഞ് 4 മണിത്തെ ചായ കുടിക്കണം. അപ്പൊ പഴം നെയ്യിട്ട് ഇങ്ങനെ അപ്പുറം ഇപ്പുറവും മൊരിയിച്ച് കൊടുക്കുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. സാധാരണ ഞാനിതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ മധുരം ഇങ്ങനെ വാരി വിതറിയിട്ടാണ് അത് ഉണ്ടാക്കാറ്. പഞ്ചസാര ഇടുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. അപ്പോൾ ഈ നമ്മൾ ജിമ്മിന് കാണുന്ന ആ ഒരു ഷുഗർ ഈസ് ഫ്ലാറ്റ് ക്രയിങ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും കിടക്കുന്നതുകൊണ്ട് മധുരത്തിന് ഞാൻ ചെറിയ രീതിയിൽ കൺട്രോൾ ചെയ്ത് വരുന്നുണ്ട് ട്ടോ. അപ്പോൾ ഒന്ന് ഇരുട്ടായപ്പോൾ നമ്മൾ ബാൽക്കണിയിൽ ലൈറ്റൊക്കെ ഇട്ടു. നമ്മുടെ ചെടികളൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട്. കാറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പൊ എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട് പെയിന്റിങ് വീഡിയോ ഇടാമോ എന്നൊക്കെ ഇങ്ങനെ കമന്റ്സ് വരാറുണ്ട് ട്ടോ. അപ്പൊ ഞാൻ അന്ന് നമ്മുടെ മ്യൂറൽ പെയിന്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്രിസ്മസിന്റെ സാരിയാണ്. അത് ക്രിസ്മസിന് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇപ്പൊ അതെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി എൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടണം. അവിടെ മമ്മിക്ക് തിരക്കാണ്. അപ്പൊ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയതിന് ശേഷം ബ്ലൗസ് ഒക്കെ ഇട്ട് എല്ലാം സെറ്റ് ആക്കിയതിന് ശേഷം ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്യാം. ഇപ്പൊ ഞാൻ ഒരു സെറ്റ് സാരി ഇപ്പോൾ ബാക്കി തിരക്കുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സെറ്റ് സാരിയാണ്. അപ്പം ഞാൻ അതിലൊരു റോസാപ്പൂവാണ് കേട്ടോ ഈ ഫ്ലവർ. അത് യെല്ലോ കളറിലാണ് ചെയ്യണേ. ഇത് ഫിനിഷ് ആയിട്ടില്ല. ഇതിൻ്റെ ജസ്റ്റ് ഔട്ട്ലൈൻ ഇങ്ങനെ പെയിന്റ് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഔട്ട്ലൈൻ ഒക്കെ നമുക്ക് നന്നായിട്ട് ബോൾഡ് ചെയ്ത് വരയ്ക്കാനുണ്ട്. അപ്പോഴാണ് ഈ ഒരു ഫ്ലവർ ഫുൾ ആവുള്ളൂ. അപ്പോൾ യെല്ലോ കളർ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കാനുണ്ട്. അപ്പോൾ ഇതൊരു സെറ്റ് സാരിയാണ്. അപ്പം ഇത് ഞാൻ ഇങ്ങനെ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് 30 സെന്റിമീറ്റർ താഴെ വെച്ച് അടയാളപ്പെടുത്തി ഒരെണ്ണത്തിന്റെ ഹൈറ്റ് 15 ഒരെണ്ണത്തിന്റെ ഹൈറ്റ് 30 അങ്ങനെ താഴ്ഭാഗത്താണ് കേട്ടോ ഇത് വരുന്നത്. ഇപ്പം ഞാൻ ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പൊന്തിച്ച് പിടിച്ചിരിക്കുന്നത്. ഇത് ശരിക്ക് വരുന്നത് താഴ്ഭാഗത്താണ്.
താഴേക്ക് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ താഴ്ഭാഗത്താണ് ഇത് വരുന്നത്. ഇതാണെങ്കിൽ വലിയ ഫ്ലവർ ആണ് കേട്ടോ, റോസിന്റെ തന്നെ വലിയ ഫ്ലവർ ആണ്. ഇതിപ്പോ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെയ്തിട്ടില്ല. ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലവർ. അതിന്റെ സാരിയിൽ നമ്മൾ താഴ്ഭാഗത്ത് ഫുള്ളായിട്ട് ചെയ്യുന്നത് ഈ വലുപ്പത്തിലുള്ള ഫ്ലവറും, പിന്നെ മുന്താണിയിൽ ചെയ്യുന്നത് ഈ വലുപ്പത്തിലുള്ള ഫ്ലവർ ആണ് കേട്ടോ. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ഇതുപോലെ ഇപ്പൊ ഇവിടെ ഞാൻ പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആണ് ഇത്രയും അലമ്പ് ഇവിടെ ടേബിളിൽ ഇരുന്നിട്ട് ഞാൻ ചെയ്യാറ്. സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു കാർബൺ പേപ്പർ വെച്ചിട്ട് ആണ് ഈ ഫ്ലവർ ഇങ്ങനെ തുണിയിൽ ഈ പേപ്പർ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇത് എന്താ പറയാ കോപ്പി ചെയ്തെടുക്കാറുള്ളത്, ട്രേസ് ചെയ്തെടുക്കാറുള്ളത്. പക്ഷെ ഇതിപ്പോ ഞാൻ അങ്ങനെ ട്രേസ് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ ഒരുപാട് വരകൾ വരച്ച് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രിന്റ് ശരിക്കും അതിൽ പതിയാതെയായി, യെല്ലോ കളർ ശരിക്കും പതിയാതെയായി. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള വരകൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാ അതിന്റെ ഔട്ട്ലൈൻ വരയ്ക്കേണ്ടതെന്ന് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ഇതെന്താ ചെയ്തെന്ന് വെച്ചാൽ നല്ല ട്രാൻസ്പെറന്റ് ആണ് നമ്മുടെ സെറ്റ് സാരി അല്ലേ. അപ്പൊ ഇത് ഇങ്ങനെ വെച്ചിട്ട് നേരെ ഇങ്ങനെ വെച്ചിട്ട് അനങ്ങാതെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ പെൻസിൽ കൊണ്ട് ട്രേസ് ചെയ്തെടുക്കാണ് ചെയ്തത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ട്രേസിങ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയും ഒരു ദിവസം കൊണ്ട് ഞാൻ ഇരുന്നിട്ട് ഒരു 7 ഫ്ലവർ പെയിന്റ് ചെയ്തു. മക്കള് സ്കൂളിൽ പോയതിന് ശേഷം ഇരുന്ന് ചെയ്തിട്ട് ഇത്രയും ഫ്ലവർ ഞാൻ ഒരു ദിവസം കൊണ്ട് ചെയ്താട്ടെ. എനിക്ക് ഇതിന്റെ യെല്ലോ കളർ ബ്ലൗസ് ഉണ്ട്, ഓണത്തിന്റെ ഫോട്ടോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ യെല്ലോ കളറിലുള്ള ഫ്ലവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പൊ ഞാൻ ഇതിന്റെ പെയിന്റിങ് ചെയ്യണത് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളിപ്പോ അടുത്ത് ചെയ്യാൻ പോകുന്ന ഫ്ലവർ. അപ്പൊ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ റിങ് വെച്ച് ഫിറ്റ് ചെയ്യാണ് കേട്ടോ. ഈ ഫ്ലവറിന് ഈ വലുപ്പത്തിലുള്ള റിങ് മതിയാവും. വലിയ ഫ്ലവർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ റിങ് വെക്കേണ്ടി വരും. അപ്പൊ ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഇരുന്നാലാണ് നമുക്കത് നന്നായിട്ട് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആ മഷി കറക്റ്റായിട്ട് എല്ലാ ഇഴകളിലോട്ടും ഇറങ്ങിപ്പോണെങ്കിൽ തുണി നല്ല ടൈറ്റായിട്ട് ഇരിക്കണം. പിന്നെ പറ്റുമെങ്കിൽ ചുളിവുകൾ ഉണ്ടെങ്കിൽ അയൺ ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ചുളിവുകളിൽ ഇങ്ക് ഈ നമ്മുടെ പെയിന്റ് പോവാതിരിക്കും. അപ്പോൾ ഇത് ഞാൻ നന്നായി ടൈറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ പെയിന്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഔട്ട്ലൈൻ കൊടുക്കുന്നത് ഈ ഒരു ഓറഞ്ച് കളർ വെച്ചിട്ടാണ്. ഓറഞ്ച് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത് ഗോൾഡൻ യെല്ലോ ഈ കളർ വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ മ്യൂറൽ പെയിന്റ് ചെയ്ത പോലെ ഔട്ട്ലൈനിൽ നിന്ന് ഉള്ളിലോട്ട് കൊണ്ടുവന്ന് മെർജ് ചെയ്യുന്ന പരിപാടിയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ ആ ഓറഞ്ച് കളർ യെല്ലോയിലോട്ട് അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുമല്ലോ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ചെറുതായിട്ട് ഇതിൻ്റെ ഓറഞ്ച് ഷെയ്ഡ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ കാണുന്ന പോലെയല്ല, ഈ ഒരു യെല്ലോ ആണെങ്കിൽ കറക്റ്റ് യെല്ലോ ആയിരുന്നു. പക്ഷെ ഇത് ഉണങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു കളറിലോട്ടാണ് ഇത് വരുന്നത്. ഇതിൽ വേറെ കളറുകളൊന്നും മിക്സ് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് വീണ്ടും ഓറഞ്ച് കൊണ്ട് നല്ല ഭംഗിയിൽ തന്നെ വീണ്ടും ഈ ഔട്ട്ലൈൻ കൊടുക്കുമ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആവുള്ളൂ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷുകൾ, പിന്നെ വെള്ളം എടുത്തിട്ടുണ്ട്, ഞാൻ ബ്രഷ് എടുത്തിട്ടുണ്ട്. ബ്രഷ് നമ്മൾ എപ്പോഴും ഇങ്ങനെ കുത്തിയിടരുത്, ബ്രഷിന്റെ ഈ ഇത് മുകളിലോട്ടായിട്ടിരിക്കുക. ഇപ്പൊ ഞാൻ അന്ന് ചെയ്ത ബ്രഷുകൾ തന്നെയാണ് ഇത്. നമ്മൾ ബ്രഷ് വേറെ പുതിയത് മേടിക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ബ്രിസ്റ്റൽസ് ഒക്കെ ഇത്തിരി ഇങ്ങനെ പരന്നിട്ടായിരിക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാണ്. പിന്നെ പെയിന്റ് കട്ടയായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മീഡിയം, മുന്നത്തെ ഞാൻ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലുണ്ട് മീഡിയം എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. അതൊരു തുള്ളി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് പെയിന്റ് ഇത്തിരി ലൂസാക്കി കിട്ടും. അപ്പൊ നമുക്ക് ഔട്ട്ലൈൻ വെച്ച് തുടങ്ങാം. അപ്പൊ എനിക്ക് പെയിന്റിന്റെ സ്മെല്ല് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണേ. അപ്പൊ ആദ്യം നമുക്ക് ഔട്ട്ലൈൻ ചെയ്ത് തുടങ്ങാം. ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് ഞാൻ വളരെ തിന്നായിട്ടുള്ള ബ്രഷാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. ഞാൻ വേറെ പാലറ്റിലേക്ക് ഒരുപാട് നേരം പിടിക്കുന്നുണ്ടെങ്കിൽ പാലറ്റിലോട്ട് ഒഴിക്കാം. ഞാനിതിപ്പോൾ പാലറ്റിലോട്ട് ഒഴിച്ചിട്ടൊന്നുമില്ല, കുപ്പിയിൽ നിന്ന് നേരിട്ട് തന്നെ അടിക്കാണ് കേട്ടോ. നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് വരകളൊക്കെ നന്നായി കാണാം. അപ്പൊ ഞാനിങ്ങനെ പോയിന്റ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് വരയുമ്പോൾ കൂടെ തന്നെ വരയ്ക്കാതിരിക്കുക. ഒറ്റ പ്രാവശ്യം പെയിന്റിൽ മുക്കിയിട്ട് ആ പെയിന്റ് തീരുന്ന വരെ നമ്മളിങ്ങനെ വരയ്ക്കുക. പെയിന്റ് തീരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഡിപ്പ് ചെയ്യുക, വീണ്ടും നമ്മൾ അടിക്കുക. അതല്ലാതെ
ഇങ്ങനെ 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 ഇട്ട് വരയ്ക്കരുത് കേട്ടോ. അപ്പൊ ഞാനിത് ഔട്ട്ലൈൻ മുഴുവൻ വരച്ച് ഇങ്ങനെ മനസ്സിലായല്ലോ. അപ്പൊ ഈ ഔട്ട്ലൈൻ മുഴുവൻ വരച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഔട്ട്ലൈൻ ഇതാ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് യെല്ലോ അടിക്കാം, അല്ലെങ്കിലാണ് ഈ ഓറഞ്ച് പെട്ടെന്ന് യെല്ലോയിലോട്ട് കയറി പിടിക്കണേ. അപ്പൊ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് യെല്ലോ അടിക്കാം. അപ്പൊ ഈ സമയം കൊണ്ട് റിങ്ങുകൾ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റി വെച്ചിട്ട് അടുത്ത റിങ് ഔട്ട്ലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന്റെ യെല്ലോ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഉണങ്ങും, അങ്ങനെ ചെയ്യാം. അപ്പൊ എനിക്ക് 2 റിങ് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ഇതുവരെ ചെയ്തായിരുന്നത്. പക്ഷെ എൻ്റെ ഈ യെല്ലോ ഇന്നത്തെ ഈ ഒരു ഫ്ലവറോട് കൂടെ തീരും. അപ്പൊ പിന്നെ ഞാൻ ഇനി പുതിയത് മേടിച്ചിട്ട് വേണം, എന്നിട്ടേ ഇനി ഇത് ഇവിടെ നിന്ന് തൊട്ടുള്ളത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എന്തിനിപ്പോ ഇത്രയും പാടുപെട്ടിട്ട് ഇതൊക്കെ ചെയ്യണേ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഇപ്പൊ ഞാൻ ഈ സാരിയിൽ മറ്റേ വർക്കൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മളത്ര പ്രൊഫഷണൽ ആയിട്ടൊന്നല്ല ചെയ്യുന്നത്. എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്യുന്നു. എനിക്ക് സമയമുണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ എനിക്കിത് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് എൻ്റെ ഒരു നേരമ്പോക്കും കൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മൾ ഇതിന് വേണ്ടി മേടിച്ച സാരിയല്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സാരിയിൽ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോ നമ്മളെപ്പോഴും ഒരു യുണീക് പീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇപ്പൊ നമ്മളൊരു സാരി ചെയ്യുമ്പോൾ ഇതുപോലൊരു സാരി ഇനി വേറെ ആർക്കും ഉണ്ടാവില്ലല്ലോ. ഇത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ ഇത് കോപ്പി ചെയ്ത് വേറെ ഒരാൾ ചെയ്താലും അവരവരുടെ ഹാൻഡ് വർക്കാണ്. അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാരിയിൽ നിൽക്കാം എന്ന് മാത്രം. അത്രേ ഉള്ളൂ കേട്ടോ അതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇനി ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം യെല്ലോ അടിക്കാം. നമ്മുടെ ഫ്ലവർ ഈ വശമൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടെ ഉണങ്ങാനുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് തുടങ്ങാം. അപ്പൊ ഇതാണ് നമ്മുടെ പെയിന്റ്. വലിയ പെറ്റൽസിന്റെ ഉള്ളിൽ ചെയ്യാനായിട്ട് ഈ വലിയ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉൾഭാഗങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് ചെറിയ ഭാഗങ്ങളായിട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഇത്തിരി ചെറിയ ബ്രഷും ഇത് പിന്നെ നമ്മൾ ഔട്ട്ലൈന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് യെല്ലോ ചെയ്ത് തുടങ്ങാം. എപ്പോഴും നമ്മൾ ഫ്ലവറുകൾ ചെയ്യുമ്പോൾ ഔട്ട്ലൈൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോഴാണ് അതിൻ്റെ എല്ലാ അപാകതകളും ഇല്ലാതായി പോകുന്നത് കേട്ടോ. നമ്മൾ ഈ അരികു വശങ്ങളൊക്കെ ചിലപ്പോൾ ഇത്തിരി പെടാതെ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ അടുത്ത പെറ്റലിലോട്ട് കുറച്ച് കയറി പോയിട്ടുണ്ടായിരിക്കും. അതിന് ടെൻഷനൊന്നും അടിക്കണ്ട. മാക്സിമം അങ്ങനെ പോവാതെ നോക്കുക. ഇനിയിപ്പോൾ അഥവാ പോയാൽ തന്നെയും ഔട്ട്ലൈനുകൾ വരയ്ക്കുമ്പോൾ അതെല്ലാം നമുക്ക് കവറപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ പെറ്റൽസും ഈ പെയിൻറ് തികയുന്നു ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പെയിൻറ് തീരാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉള്ളത് വെച്ച് മുഴുവൻ തീരാണെങ്കിൽ നല്ലത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. നമ്മളുടെ ഫ്ലവർ യെല്ലോ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഔട്ട്ലൈനോടെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഫ്ലവർ നല്ല ബോൾഡായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുക. അപ്പൊ ഇനി അടുത്ത വരും ദിവസങ്ങളിൽ ഇപ്പൊ എൻ്റെ ഈ യെല്ലോ പെയിന്റ് ഏകദേശം തീർന്നു. ഇനി അടുത്തൊരു ഫ്ലവർ തുടങ്ങിയാലും തീരാൻ പറ്റില്ല. അപ്പൊ ഇത് മേടിക്കണം. അപ്പൊ അടുത്ത വരും ദിവസങ്ങളിലായിട്ട് എനിക്ക് ഇതിലാണ് എൻ്റെ പണി എന്ന് പറഞ്ഞാല് ഇത് ഫുള്ളാക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.